പ്രവാസിയുടെ നൊമ്പരം ഭാഗം 3. അസർ നിസ്കാരം കഴിഞ്ഞു വന്ന് കോയാമുക്ക വീടിൻ്റെ വരാന്തിലിരിക്കവേ ദൂരെ നിന്ന് ഒരാൾ വീടിൻ്റെ നേർക്ക് നടന്നെടുക്കുന്നത് കണ്ടു. അടുത്തെത്തിയപ്പോഴാണ് അത് ആ നാട്ടിലെ ബ്രോക്കർ ഹുസൈനാണെന്ന് മനസ്സിലായത്. അസ്സലാമു അലൈക്കും മുക്രിക്ക. വലൈക്കും അസ്സലാം. വാ കയറ്. എന്താ ഹുസൈനെ ഈ വഴിക്ക്? ഏയ് ഒന്നുമില്ല ഇക്ക, ഞാന് ഈ വഴി ഒരിടത്ത് വന്നപ്പോ കയറിയതാ. അല്ല, നമ്മുടെ അജ്മൽ എവിടെ? അവന് പണിക്ക് പോയതാ. മോളുടെ കാനോത്ത് ആയതുകൊണ്ട് കുറെ ദിവസമായി പണിക്ക് പോയിട്ട്. 2 ദിവസമായി പോകാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴെത്തും. പിന്നെ എന്താ എന്റെ വർത്താനം? ബ്രോക്കർ പണിയൊക്കെ എങ്ങനെ പോകുന്നു? ആ, കുഴപ്പമില്ല ഇക്ക, ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു. എന്താ മോളുടെ വിശേഷം? മോൾക്ക് സുഖാണ് ഹുസൈനെ? അൽഹംദുലില്ലാ. ആ, എന്നും അങ്ങനെ ആവട്ടെ. അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് അജ്മലിന്റെ ബൈക്ക് വരുന്നത് കണ്ടത്. അല്ല ഇക്ക, അത് നമ്മുടെ അജ്മലല്ലേ? അതെ, അവൻ തന്നെ. അജു മുറ്റത്ത് വണ്ടി നിർത്തി വരാന്തയിലേക്ക് കയറി. അജ്മലേ വാ, നിന്റെ ഉമ്മച്ചി തന്ന ചായയും കുടിച്ചിരിക്കയാ, നീയും വാ. ഹുസൈൻക, നിങ്ങൾ കുടിക്ക്, ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. അല്ല ഇക്ക, എന്താ ഈ വൈക്ക്? നമുക്ക് പറ്റിയ വല്ല കോളുണ്ടോ? ആ ഉണ്ടടാ, അതുകൂടെ പറയാനാ ഞാൻ വന്നത്. അല്ലാഹുവേ, എന്റെ പൊന്നിക്ക, ഇപ്പോൾ അതൊന്നും വേണ്ട. ഒരു 5-6 കൊല്ലം കഴിയട്ടെ, ഞാനൊന്ന് ഫ്രീ ആയിട്ട് നടക്കട്ടെ. അജ്മൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല ഹുസൈനെ, ഈ കാര്യമായിട്ടാണോ പറയുന്നത്? അതെ ഇക്ക, നമ്മുടെ അജ്മലിന് ഇങ്ങോട്ടൊരു ആലോചന വന്നിട്ടുണ്ട്. നിങ്ങളും കൂടെ രക്ഷപ്പെടുന്ന കാര്യമാണ്. നമുക്കൊന്ന് ആലോചിച്ചൂടെ? നീ കാര്യം പറയ ഹുസൈനെ. ആരാ? എവിടുന്നാ? അതോ നമ്മുടെ അബ്ദുള്ള മാസ്റ്റർ ഇല്ലേ, അദ്ദേഹത്തിനൊരു മോളുണ്ട്, സുമയ്യ. കാണാൻ നല്ല മൊഞ്ചുള്ള, നല്ല അച്ചടക്കമുള്ള ഒരു മോള്. എന്തുകൊണ്ടും ഇവന് ചേരുന്ന കുട്ടിയാണ് അവൾ. അതൊന്നും നമുക്ക് ശരിയാവൂല. ഈ നാട്ടിലെ പ്രതാപികളിൽ ഒട്ടും തരക്കേടില്ലാത്തൊരു കുടുംബമാണ് അബ്ദുള്ള മാസ്റ്ററുടേത്. അവരുടെ കുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല്, ഇല്ല ഹുസൈനെ, അത് വേണ്ട. ഈ വേറെ പാവപ്പെട്ട നമുക്കനുസരിച്ച് എന്തെങ്കിലും ആലോചന കൊണ്ടുപോവാ. മുക്രിക, നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടല്ലേ. ഇത് നമ്മുടെ അജ്മലിന് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നതാ. അത് വേണ്ടാന്ന് വെക്കുന്നത് ശരിയല്ല. ഇവനെയും കൊണ്ട് നിങ്ങൾ അവിടം വരെ പോയി വാ, എന്നിട്ട് പോരെ ഈ വേണ്ടാന്ന് വെക്കുന്നത്. ഉപ്പാന്റെയും ഹുസൈൻ ഖാന്റെയും സംസാരം കേട്ട് ഒന്നും പറയാനാവുന്നില്ല. അല്ല മോനെ, നീ എന്തു പറയുന്നു? പെട്ടെന്ന് ഉപ്പാന്റെ ചോദ്യം കേട്ട് അജു ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എന്ത് പറയാനാ ഉപ്പ? എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട. നല്ലൊരു ജോലി പോലും ഇല്ല. ഇത്രയും നല്ലൊരു കുടുംബത്തിലെ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്താൻ വയ്യ. അജ്മലെ, നീ ആദ്യം ഒന്ന് പോയി കാണ്, എന്നിട്ട് മതി ഇങ്ങനെയുള്ള കടുത്ത തീരുമാനം. അവസാനം ഹുസൈൻ ഖാന്റെ നിർബന്ധം കണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാമെന്ന് അജ്മൽ വാക്ക് പറഞ്ഞു. സുമയ്യ, ആ നാട്ടിലെ പ്രതാപിയായ അബ്ദുള്ള മാസ്റ്ററുടെ ഏക പെൺതരി. ഇക്കാക്ക് സുൽഫിക്കും അനിയൻ സിയാദിനു നടുവിലായി അബ്ദുള്ള മാസ്റ്റർക്കും സൈനബാക്കും പിറന്ന പൊന്നുമോൾ. പഠിക്കാനും കാണാനും മിടുക്കിയായ അവൾക്ക് ഒരുപാട് ആലോചനകൾ വന്നുകൊണ്ടിരുന്നു. അതും അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചുള്ള ആലോചനകൾ. പക്ഷേ അബ്ദുള്ള മാസ്റ്റർക്ക് വേണ്ടിയത് തന്റെ മകളെ പൊന്നുകൊണ്ട് മൂടാൻ കഴിയുന്നവനെയല്ല, കണ്ണ് നിറയാതെ നോക്കുന്നവനെയാണ്. അങ്ങനെ ഒരാളെ അന്വേഷിക്കുന്ന ഇടയിലാണ് പള്ളിമുക്രിക്കാന്റെ മകൻ അജ്മലിനെ കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത്. അവനെയും അവന്റെ കുടുംബത്തെയും ചുറ്റുപാടിനെയും കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു, ആരും അറിയാതെ. തന്റെ മോൾക്ക് ഇവനേക്കാൾ നല്ലൊരുത്തനെ കൊടുക്കാൻ ഇനി തനിക്കാവില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് ബ്രോക്കർ മുഖേന വീട്ടിൽ അവതരിപ്പിക്കാൻ പറഞ്ഞയച്ചത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു ഉപ്പാനെയും കൂട്ടി അജ്മല് അബ്ദുള്ള മാസ്റ്ററുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. ഗേറ്റിന്റെ മുന്നിൽ നിന്ന് തന്നെ ആ മാളിക കണ്ട് അജ്മൽ ഒന്ന് ഞെട്ടി. ഉപ്പ, ഈ വീടിന്റെ ഏക മകൾ നമ്മുടെ കൊച്ചു വീട്ടിലേക്ക് എങ്ങനെ വരും? വീടാണെങ്കിൽ പണയത്തിലും. മോനെ, നീ വിഷമിക്കല്ലേ, ഇവിടം വരെ വന്നതല്ലേ, നമുക്കൊന്ന് കയറിയിട്ട് പോവാം. അവൻ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വണ്ടി കയറ്റി. അജ്മലും ഉപ്പയും ബൈക്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അബ്ദുള്ള മാസ്റ്ററും സുൽഫിയും പുറത്തേക്ക് വന്നു. അവർ ഗേറ്റിന്റെ മുന്നിലെത്തിയപ്പോൾ തന്നെ മാഷ് മുകളിൽ നിന്ന് അവരെ കണ്ടിരുന്നു.
അവർ വീട്ടിൽ കയറി സലാം പറഞ്ഞു. മാഷ് സലാം അടക്കി അവരെ സ്വീകരിച്ചിരുത്തി. അജുവിന് ആ വീട്ടിലിരിക്കുന്തോറും ശരീരം വിറക്കുന്ന പോലെ തോന്നി. എങ്ങനെങ്കിലും പോയി കിട്ടിയാൽ മതിയെന്നായി. പെട്ടെന്നതാ മൊഞ്ചിന്റെ രാജകുമാരി നമ്മുടെ സുമി ജ്യൂസുമായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അജ്മലിന്റെ കണ്ണുകൾ അവളുടെ കണ്ണിലുടക്കി. സുമി, അവൻ മെല്ലെ മന്ത്രിച്ചു. ആദ്യ നോട്ടത്തിൽ തന്നെ അവൾ അവന്റെ ഹൃദയം കവർന്നിരുന്നു. അവന്റെ നോട്ടം തന്റെ കണ്ണിൽ പതിഞ്ഞപ്പോൾ തന്റെ കൈയിലുള്ള ജ്യൂസ് നാണത്തോടെ അവർക്ക് കൊടുത്തു. അവൾ മാറിയകന്നു. എടാ, ഉപ്പാന്റെ വിളിയിലാണ് അജ്മലിന് സ്ഥലകാല ബോധമുണ്ടായത്. ഛേ, ഞാനെന്താ എന്തൊക്കെയാ ചിന്തിച്ചേ? അബ്ദുള്ള മാസ്റ്ററുടെ ചിരിയോടുള്ള നോട്ടം ശ്രദ്ധിച്ച അജ്മൽ ഒരു വളഞ്ഞ ചിരിയിൽ മുഖം താഴ്ത്തി. മോനെ, നിനക്ക് ഇഷ്ടായോ? ഉപ്പാന്റെ ചോദ്യം കേട്ട് എന്ത് പറയണമെന്ന് അവനറിയില്ലായിരുന്നു. ഉപ്പ, അത് അജ്മലെ, നിനക്ക് അവളോട് എന്തെങ്കിലും സംസാരിക്കുവാനുണ്ടെങ്കിൽ വാ. സുൽഫിയുടെ വിളി കേട്ട് അജു അവരുടെ കൂടെ സുമിയുടെ അരികിലേക്ക് നടന്നു. സുമി അജു തന്റെ അരികിലേക്ക് വരുന്നത് കണ്ട് തലയും താഴ്ത്തി നിന്നു. അവർക്ക് പരസ്പരം ഒന്നും മിണ്ടാനാവുന്നില്ല. എന്തോ അജു മനസ്സിന് ധൈര്യം കൊടുത്ത് ചോദിച്ചു, സുമയ്യ അതാണല്ല പേര്? അതെ, അവള് മെല്ലെ മറുപടി പറഞ്ഞു. ആ, ബ്രോക്കർ പറഞ്ഞിരുന്നു. എന്താ ഇപ്പോൾ പഠിക്കുന്നത്? +2 കഴിഞ്ഞു. ആണോ? അതെ. ഇനി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഏയ്, അങ്ങനെ ഒന്നുമില്ല. എന്തെങ്കിലും പഠിക്കണം. റിസൾട്ട് വരട്ടെ. ആ, ശരി. പിന്നെ ഞാനൊരു പെയിന്റിംഗ് ജോലിക്കാരനാണ്. ഇഷ്ടായോ എന്ന് ചോദിക്കുന്നില്ല. ഇഷ്ടമാവില്ലെന്നറിയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് പറയാൻ കാരണമുണ്ട്. ഇത്രയും വലിയ കുടുംബത്തിലെ മകൾക്ക് ഒരു പെയിന്റിംഗ് ജോലിക്കാരനെ ഇഷ്ടമാവില്ലെന്ന് അറിയാം. എന്നാൽ കേട്ടോ, അജ്മൽ ഖാന്റെ എല്ലാ കാര്യങ്ങളും അറിയാം എനിക്ക്. എന്നെ ഇഷ്ടായോ എന്നൊഴികെ ബാക്കിയെല്ലാം. അവൻ അമ്പരപ്പോടെ അവിടെ നോക്കി. സത്യം, എല്ലാം അറിയാം. ആണോ? എന്നാൽ കേട്ടോ, ഈ കൊച്ചു സുന്ദരിയെ എനിക്ക് ഇഷ്ടായിട്ടോ. പോരുന്നോ എന്റെ സങ്കടങ്ങളിലേക്ക്, കഷ്ടപ്പാടിലേക്ക്? ഒരു കുളിർത്തന്നൽ പോലെ എനിക്ക് താങ്ങായി. വരാം, ഇൻഷാ അല്ലാ. എന്നാ ഞാൻ പോയി വരട്ടെ. സുമിയോട് സലാം പറഞ്ഞു പുഞ്ചിരിയോടെ അവൻ നടന്നകന്നു. ഇൻഷാ അല്ലാ. തുടരും. നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.